السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني فسبحان الله وما أنا من المشركين. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവനേറ്റവും തൃപ്തിപ്പെട്ട, അവനേറ്റവും ഇഷ്ടപ്പെട്ട നന്മകളിൽ ഇത്തരം സായാഹ്നങ്ങളും സായം സന്ധ്യകളും ചെലവിടാൻ നമുക്ക് കഴിയുന്നുവെന്നത് ഏറെ സന്തോഷകരമാണ്. മനഃശാന്തിക്കു വേണ്ടി, മാനസിക ഉല്ലാസത്തിനു വേണ്ടി ആളുകൾ വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ ഉല്ലാസവും നമ്മുടെ ഉത്സവവും നമ്മുടെ ആഘോഷവുമൊക്കെ ഇത്തരം സദസ്സുകളിൽ ഇരിക്കുമ്പോഴാണ്. ചരട് കെട്ടിയ കേരളം എന്ന തികച്ചും വ്യത്യസ്തമായൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് വേറിട്ട ഒരു പരിപാടിയെ സംബന്ധിച്ച് ISM നടത്തുന്ന ഒരു എളിയ ശ്രമത്തിൻ്റെ ആദ്യപാതി പിന്നിട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടായ്മ ആശയപരമായും സംഘടനാപരമായും നാം പാലിക്കുന്ന പക്വതയുടെയും പ്രാമാണികതയുടെയും തലത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളിൽ രൂപപ്പെടുന്ന വളരെ ശക്തമായ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിപാടിക്ക് പിന്നിൽ എന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തെ ഗ്രസിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ ഓരോന്നിനെയും നേരിട്ട് സ്പർശിച്ചുകൊണ്ടും അവയിലൂടെ കടന്നുപോയി അള്ളാഹുവിനെയും അവൻ്റെ ആസ്തിക്യത്തെയും അള്ളാഹുവിനെയും അവൻ്റെ അധികാര ശക്തികളെയും അടിമകളുടെ യഥാർത്ഥ ഉടമ അവനാണ് എന്ന ബോധത്തെയും സന്നിവേശിപ്പിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ശ്രമം, ഈ സംരംഭം. ഞാനിവിടെ ചില സ്ലൈഡുകളിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കൾക്ക് എത്രത്തോളം ഈ ടോക്ക് ഫലപ്രദമാകുമെന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കകളുണ്ട്. തികച്ചും വ്യത്യസ്തമായി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു ശ്രമം എന്ന നിലക്ക് ഒരിത്തിരി ആശങ്കയും ഉണ്ട്. ഏതാണെങ്കിലും അള്ളാഹു നമ്മിൽ നിന്നും ഇത്തരം നല്ല ശ്രമങ്ങളെ റബ്ബ് സ്വീകരിക്കുകയും
അതിൻ്റെ ഫലപ്രാപ്തിയെ റബ്ബ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഡയോജിനീസ് എന്ന പേരിൽ ഗ്രീക്ക് ദാർശനികതയിൽ നിലനിന്ന ഒരു വലിയ തത്വജ്ഞാനി. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ നാട്ടിലെ തെരുവിലേക്ക് ഇറങ്ങുന്നു. കയ്യിൽ നല്ലൊരു പന്തവുമുണ്ട്. കയ്യിൽ ഒരു പന്തം പിടിച്ച് അദ്ദേഹം തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നു. തെരുവിൽ അങ്ങനെ ആളുകൾ നിരന്നു നിൽക്കുന്ന തെരുവിൽ അദ്ദേഹം എന്തോ അന്വേഷിക്കുകയാണ്, എന്തോ അങ്ങനെ തിരയുന്നത് പോലെ. അപ്പൊ വലിയൊരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ വന്നു. ആ നാട്ടിലുള്ള ഒരു വലിയ സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ വന്നു. കുറെ നേരം തിരഞ്ഞിട്ടും പട്ടാപ്പകൽ പന്തം കത്തിച്ച് അന്വേഷിക്കുന്ന ആൾക്ക് ഒന്നും കിട്ടാതിരുന്നപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത്? താങ്കൾ വളരെ അസ്വസ്ഥനാണല്ലോ, താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നൊരു കാര്യം ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു അങ്ങാടിയിൽ, നമ്മൾ കോഴിക്കോട് മിഠായി തെരുവില് ഒരാളൊരു പന്തവും കത്തിച്ചിങ്ങനെ പോണത് കണ്ടാൽ നമ്മൾ ആദ്യത്തെ പ്രതികരണം അയാൾക്ക് വട്ടാണെന്നാണ്. പക്ഷേ ഇത് ഡയോജിനീസിനെ ആളുകൾക്കറിയാം. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്, ദാർശനികതയെ മനോഹരമായി മനുഷ്യർക്ക് കൈമാറിയ ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ള സാധ്യത അവരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് അവർ കൂടെ പോയി. അങ്ങനെ എല്ലാവരെയും തന്റെ മുന്നിൽ കിട്ടി എന്ന് കണ്ടപ്പോ അദ്ദേഹം അന്വേഷിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അദ്ദേഹം അന്വേഷിക്കുന്നത് എന്താണ് എന്ന് എന്റെ സ്ക്രീനിലുണ്ട്. ഞാൻ അന്വേഷിക്കുന്നത് മനുഷ്യനെയാണ്. ഞാൻ അന്വേഷിക്കുന്നത് മനുഷ്യനെയാണ്. എന്തുകൊണ്ട് ഞാൻ മനുഷ്യനെ അന്വേഷിക്കുന്നു? മനുഷ്യനെ അന്വേഷിക്കാൻ പല കാരണങ്ങളുണ്ട്. മനുഷ്യൻ നിലനിൽക്കുന്ന, മനുഷ്യൻ അവന്റെ ജീവിതാരംഭം മുതൽക്ക് തന്നെ നിലനിന്നിടത്ത് അവന്റെ സമൂഹത്തിലെ, അവൻ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റു സൃഷ്ടിജാലങ്ങളും അവനും തമ്മിൽ ഉള്ള അന്തരം വിവേകവും ബുദ്ധിയും തിരിച്ചറിവും കാഴ്ചപ്പാടുമൊക്കെയാണെങ്കിൽ, വിവേകം, ബുദ്ധി, തിരിച്ചറിവ്, കാഴ്ചപ്പാട് ഇവയൊന്നുമില്ലാത്ത അവന്റെ സമൂഹത്തിലെ നാക്കാലിയും അവന്റെ സമൂഹത്തിലെ ഇതര ജീവജാലങ്ങളോ ഒന്നും ചെയ്യാത്ത പലതും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഗ്രീക്ക് ഫിലോസഫർ ഡയോജനീസ്, അദ്ദേഹം ഇവിടെ മനുഷ്യന്മാരെ ഞാൻ കാണുന്നില്ല, ഇവിടെ ഞാൻ വേറെ പലതിനെയും കാണുന്നുണ്ട്, നിങ്ങളാരും മനുഷ്യന്മാരല്ല, എനിക്ക് മനുഷ്യനെ കാണണം എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. ഈ അടുത്ത സമയത്ത് പുറത്തു വന്നൊരു വീഡിയോ ഉണ്ട്. അതായത് എയർപോർട്ടിൽ 6 മണിക്കൂർ സമയത്ത് ഫ്ലൈറ്റ് യാത്ര പൂർത്തിയാക്കിയ ഒരു പാകിസ്ഥാൻകാരി അവരുടെ തോളിൽ ഒരു കുഞ്ഞിനെ ഇട്ടിരിക്കുന്നു. എയർ ഹോസ്റ്റസ് ശ്രദ്ധിച്ചു, 6 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു നിമിഷം പോലും ഈ കുഞ്ഞ് ചലിച്ചിട്ടില്ല, ഈ കുഞ്ഞ് അനങ്ങിയിട്ടില്ല. അത് നോട്ട് ചെയ്ത് അവര് എയർപോർട്ടിലുള്ള ആളുകൾക്ക് ഇതിന്റെ പ്രത്യേകമായ നിർദ്ദേശം നൽകി. എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥർ ആ കുഞ്ഞിനെ അവരെടുത്തുനിന്ന് വാങ്ങി ടേബിളിൽ കിടത്തി. ആ കുഞ്ഞിന്റെ ഷർട്ട് അഴിച്ചു നോക്കുമ്പോ വയറിന്റെ ഒത്ത നടുക്ക് കാണുന്നു ഒരു പ്രത്യേകമായ തുന്നൽ. ആ തുന്നൽ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരിങ്ങനെ മയക്കുമരുന്ന് പുറത്തെടുക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും, വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് സ്വന്തം കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഏതോ ഒരു അമ്മയുടെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ പുറത്തെടുത്ത് അതിന്റെ കഴുത്തിൽ നെക്കിയതിനെ കൊന്ന് അതിന്റെ വയറ് പിളർത്തി അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ എടുത്ത് പുറത്തൊഴിവാക്കി അവിടെ മയക്കുമരുന്നിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന മയക്കുമരുന്ന് നിറച്ച് അതും കൊണ്ട് 6 മണിക്കൂർ നേരം ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു പെണ്ണിനെ മനുഷ്യനെന്ന് വിളിക്കാൻ ഡയോജനീസിനോ നമുക്കോ അല്ലെങ്കിൽ ഒരാൾക്കും സാധ്യമല്ല. മനുഷ്യർ മാനസികാവസ്ഥ അതാണ്. പ്രസവത്തിന്റെ വേദന അറിഞ്ഞവളാണോ അവൾ, അല്ലേ എന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ കൊല്ലുമ്പോഴും അവന്റെ നെഞ്ച് പിളർത്തുമ്പോഴുമൊക്കെ അവന്റെ ഉള്ളിൽ നിന്ന് വന്ന ആർത്തനാദങ്ങൾക്ക് ഈ ആകാശത്തിന്റെ നീലിമയെയും ആകാശത്തെയും പിളർത്താനുള്ള ശക്തമായ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം. ആ കുട്ടിക്ക് അങ്ങനെ കരയാനുള്ള ഒരു അവകാശം, ഒരു കഴിവ്, ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കരയേണ്ടതായിരുന്നു, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഡയോജനീസ് പട്ടാപ്പകൽ തെരുവിൽ മനുഷ്യരെ തെരഞ്ഞു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആണ്. മനുഷ്യനുള്ള അവസ്ഥകൾ ഇതൊക്കെയാണ്, മനുഷ്യനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. സ്വാഭാവികമായും മനുഷ്യൻ ഇങ്ങനെയാണ് ഉള്ളതെങ്കിലും
മനുഷ്യന്റെ വികാസവും വളർച്ചയും അത്യത്ഭുതകരമാണ്. ശിലായുഗ സംസ്കാരത്തിൽ അവൻ ജീവിച്ചത് നഗ്നനായിട്ടാണ്. ധരിക്കാനുള്ള വസ്ത്രത്തെ സംബന്ധിച്ച് പോലുമുള്ള ബോധം അവനുണ്ടായിരുന്നില്ല. അവന് ധരിക്കാനുള്ള വസ്ത്രം എങ്ങനെ എന്നത് അവനുണ്ടായിരുന്നില്ല. കഴിക്കാനുള്ള ഭക്ഷണം വേവിക്കണമെന്ന ബോധം അവനുണ്ടായിരുന്നില്ല. അവിടുന്ന് പോയി ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യാവുന്ന റോബോട്ടുകളെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ട്. വേണ്ട, സ്വന്തം പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മിനി സ്ക്രീനിൽ വേണമെങ്കിൽ മനുഷ്യന് ആകാശത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നിനെ അവന്റെ യന്ത്ര സംവിധാനം ഉപയോഗിച്ച് അത് ഫോക്കസ് ചെയ്ത് അതിനവിടെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് അതിനെ സംബന്ധിച്ച് പഠിച്ച് അതിന്റെ ഫുട് നോട്ട്സ് എടുത്ത് ആ സിസ്റ്റം ഓഫ് ചെയ്യുന്നതോടുകൂടെ അതേ നക്ഷത്രം ആകാശത്തെ അത്ഭുത കാഴ്ചയെ ആകാശത്തേക്ക് പറഞ്ഞേക്കാവുന്ന വിധം യഥാർത്ഥത്തിൽ മനുഷ്യൻ വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. പക്ഷേ ആ വളർച്ചക്കനുസരിച്ചുള്ള വികാസം സുഹൃത്തുക്കളെ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കാണുന്നുണ്ടോ? അവന്റെ വ്യക്തിത്വത്തിൽ കാണുന്നുണ്ടോ? അവന്റെ ധാർമ്മികതയിൽ കാണുന്നുണ്ടോ? അവന്റെ നൈതികതയിൽ കാണുന്നുണ്ടോ? അവന്റെ സ്നേഹത്തിൽ കാണുന്നുണ്ടോ? ആകാശങ്ങളെ മനുഷ്യൻ കീഴടക്കി, മഹാസമുദ്രങ്ങളെ മനുഷ്യൻ കീഴടക്കി, മഹാപർവ്വതങ്ങളെ മനുഷ്യൻ കീഴടക്കി. ഇവിടെ എല്ലാം അവന്റെ കയ്യിലാണ്. പൗരാണിക മനുഷ്യൻ ഇത്തിരി പോന്നൊരു വടി കൊണ്ട് ആനയെ നിയന്ത്രിച്ച് വലിയൊരാനപ്പുറത്ത് ആ ആനയുടെ 10 പോലും വലിപ്പമില്ലാത്ത മനുഷ്യനിരുന്ന് ആ ആനയെ നിയന്ത്രിക്കുന്നത് മനുഷ്യാധിപത്യത്തിന്റെ ഏറ്റവും പ്രകടമായ രേഖയാണ്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇന്ന് ശൂന്യാകാശ പേടകങ്ങളും അതുപോലെ തന്നെ അത്യത്ഭുതങ്ങളായ ഒരുപാട് കാര്യങ്ങളൊക്കെ മനുഷ്യൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ശാസ്ത്രരംഗത്ത് ഇതുപോലത്തെ കുതിച്ചുചാട്ടങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാംസ്കാരികമായി ധാർമ്മികമായി അങ്ങനത്തെ ഒരു പുരോഗതിയുണ്ടോ? ശിലായുഗ സംസ്കാരത്തിലെ മനുഷ്യന്റെ ധാർമ്മികത, ആ ധാർമ്മികത ആധുനിക യുഗത്തിലേക്ക് എത്തുമ്പോൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? എന്റെ വ്യക്തിപരമായ നിരീക്ഷണം, അതല്ലെങ്കിൽ സാമൂഹിക കാഴ്ചകളുടെ ഒരു ഗ്രാഫ് ഞാൻ വരക്കുകയാണെങ്കിൽ ഈ സ്ലൈഡിലുള്ളത് പോലെയാണ്, അല്ലേ? ശിലായുഗ സംസ്കാരത്തിൽ മനുഷ്യന്റെ ധാർമ്മികതയും മനുഷ്യന്റെ നൈതികതയും ഇത്ര ഉന്നതമായ അവസ്ഥയിലാണെങ്കിൽ മനുഷ്യൻ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്കും വികാസത്തിൽ നിന്ന് വികാസത്തിലേക്കും എത്തുമ്പോൾ ഇൻഫർമേഷൻ ഹൈവേയിലെ ഗൂഗിളിലെ സെർച്ച് എഞ്ചിനിൽ അവൻ എന്ത് ടൈപ്പ് ചെയ്ത് ചോദിച്ചാലും അവന് ആ വിവരം എത്തിക്കാവുന്ന അത്യത്ഭുതങ്ങളിലേക്ക്, ആകാശത്തെ അത്ഭുത കാഴ്ചകളിലേക്ക് ഒക്കെ മനുഷ്യൻ എത്തുമ്പോ അവന്റെ ധാർമ്മികതയും അവന്റെ വിദ്യാഭ്യാസവും അവന്റെ നൈതികതയും ഒക്കെ അത് പലപ്പോഴും ഈ ഒരു അർത്ഥത്തിലാണുള്ളത്. അതിന്റെ വികാസത്തിന്റെ ഒരു അവസ്ഥയും സാഹചര്യവും ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സാക്ഷര കേരളം നോക്കൂ നിങ്ങൾ. സാക്ഷരതാ മിഷൻ നമ്മൾ ആരംഭിക്കുന്നത് 950-കൾക്ക് ശേഷമാണ്. 950-കൾക്ക് ശേഷം ഇവിടെ മനുഷ്യരെ ബസിന്റെ ബോർഡ് വായിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ ഒരു വലിയ ദൗത്യം കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മതങ്ങൾ, കേരളത്തിലെ മനുഷ്യർ, കേരളത്തിലെ ഓർഗനൈസേഷനുകൾ ഒക്കെ ഏറ്റെടുത്തു. മദ്രസകൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, അതുപോലെ തന്നെ അമ്പലമുറ്റങ്ങൾ ഒക്കെ മനുഷ്യനെ സാക്ഷരനാക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ രംഗത്ത് വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചു. 2011 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്റെ കയ്യിലുള്ളത്. 93.5% യഥാർത്ഥത്തിൽ കേരളത്തിലെ ആളുകൾ 100% സാക്ഷരത പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ ഒരു മൈന്യൂട്ട് റിപ്പോർട്ടിംഗ് ആ ഒരു അർത്ഥത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്റെ സദസ്സിന് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിക്കും മനുഷ്യന്റെ വികാസത്തിനും അനുസരിച്ച് ഇത്തരം രംഗങ്ങളിലൊക്കെ, ധാർമ്മികതയുടെ രംഗത്ത്, വിശ്വാസത്തിന്റെ രംഗത്ത്, നൈതികതയുടെ രംഗത്ത്, ഇങ്ങനെയുള്ള രംഗത്തൊക്കെ മനുഷ്യൻ എന്തുകൊണ്ട് ഗ്രാജുവലായ ഒരു പുരോഗതി, ഒരു വികാസം ലഭിക്കുന്നില്ല എന്നത് ഇവിടുത്തെ സാമൂഹിക വൃത്തങ്ങളെ വളരെ ശക്തമായ അന്വേഷണങ്ങൾക്ക് അവർ തയ്യാറാകേണ്ടതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കപ്പെടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഭൂപടമാണ്. കേരളത്തിൽ ഏത് ഗവൺമെന്റിനെ താഴെക്കണമെങ്കിലും, കേരളത്തിൽ ഏത് ഗവൺമെന്റിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും പ്രതിപക്ഷത്തിന് ആകെയുള്ള റോൾ എവിടെയെന്നറിയോ? ഇവിടുത്തെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല,
ഇവിടുത്തെ വ്യവസായിക ലോകത്തെ പ്രശ്നമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. വിദ്യാഭ്യാസ രംഗത്ത് അത്ര ഉന്നതിയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനു വേണ്ടി ഇന്നവൻ ജനിക്കുന്നു. ഇന്ന് 18-ാം തീയതി, ഏപ്രിൽ 18. ഈ വർഷത്തിൽ നിന്ന് അവൻ എൻട്രൻസ് കഴിഞ്ഞ് അവന് ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങേണ്ടുന്ന ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡേറ്റിൽ അവന് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ട സീറ്റ് ബുക്ക് ചെയ്ത് അന്നത്തെ ആ സീറ്റിന്റെ വാല്യൂ നിർണയിച്ച് വില നിർണയിച്ച് അവന് വേണ്ടി സീറ്റ് വാങ്ങിക്കാൻ, അതിനുവേണ്ടി മാനേജറെ പോയി കാണാൻ, അവന് പേരിടുന്നതിന്റെ മുമ്പ് മാനേജറെ പോയി കാണാനുള്ള മാനസികാവസ്ഥ എല്ലാ മതങ്ങളിലുമുള്ള, വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള രക്ഷിതാക്കൾക്ക് യഥാർത്ഥത്തിൽ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വിദ്യാഭ്യാസ രംഗം എത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന നമ്മുടെ വിയർപ്പിന്റെ ഓഹരി വിദ്യാഭ്യാസ രംഗത്ത് വിനിയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ ഗൗരവത്തിൽ അക്കാഡമിക ബോഡികളും അതേപോലെ തന്നെ അല്ലാത്തവരും ഒക്കെ ആലോചിക്കേണ്ടത്, എന്നിട്ട് എന്തുകൊണ്ട് വളരെ ശക്തമായൊരു വളർച്ച ഈ രംഗത്തൊന്നും കാണുന്നില്ല? കപട ആത്മീയത ഏറ്റവും കൂടുതൽ പിടിമുറുക്കുന്നത് ആരെയാണ്? കപട ആത്മീയത ഏറ്റവും കൂടുതൽ പിടിമുറുക്കുന്നത് ഇവിടെ നിന്ന് കപട ആത്മീയതയുടെ കേന്ദ്രങ്ങളിലേക്ക് സ്വന്തം കാറോടിച്ചു പോകാൻ മാത്രമുള്ള സാലറി വാങ്ങുന്നവരെയാണ് ഏറ്റവും കൂടുതൽ. വിദ്യാഭ്യാസ രംഗത്തുള്ളവരെയാണ്. സമൂഹത്തെ മുച്ചൂടും. അതിൽ ഭരണാധികാരികളുണ്ട്, ഭരണീയരുണ്ട്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ കുടിൽ ജീവിക്കുന്നവരുണ്ട്, അതിൽ കൊട്ടാരത്തിൽ ജീവിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ? ഒരു ഭാഗത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അന്തരീക്ഷം, മറുഭാഗത്ത് ധാർമ്മികതയെ പൂർണ്ണമായും നിരാകരിക്കുന്ന വിധമുള്ള എല്ലാ നിരക്കുമുള്ള വൃത്തികേടുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ കഴിയുന്ന പെൺകുട്ടിക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠനെയും വരെ വിശ്വസിക്കാൻ പറ്റാത്ത സാമൂഹിക സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്ത് എന്നത് മറ്റൊരു സാമൂഹിക സംവാദത്തിന് വിഷയമാക്കേണ്ട വിഷയമാണ്. പക്ഷെ ഒന്ന് ഞാൻ എന്റെ ശ്രോതാക്കളോട് പറയുന്നു, നമ്മുടെ വീട്ടിലെ ഓഫീസ് റൂമിന്റെ മൂലയിലിരിക്കുന്ന, നമ്മൾ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്ന, ഒരു റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന, ഒരു സ്വിച്ച് കൊണ്ട് ഓൺ ചെയ്യുന്ന, ഒരു കറുത്ത വയറുമായി ഘടിപ്പിക്കപ്പെട്ട ടെലിവിഷന്, എസ്പെഷ്യലി ടെലിവിഷന് ഇവിടുത്തെ മീഡിയകൾക്ക് ചോര പിടിയാത്ത ഈ യുദ്ധത്തിൽ വ്യക്തമായ പങ്കുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദയ്യൂസിനെ സംബന്ധിച്ച് പറഞ്ഞു. ആരാണ് ദയ്യൂസ്? ദയ്യൂസ് ആരാ? കൂട്ടിക്കൊടുപ്പുകാരൻ ആരാ? കൂട്ടിക്കൊടുപ്പുകാരൻ ആരാണ്? പ്രവാചകൻ ദയ്യൂസ് എന്ന് പറഞ്ഞതിന്റെ ശേഷം, കൂട്ടിക്കൊടുപ്പുകാരൻ ആരാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം അത് വിശദീകരിച്ചു. ആരാ കൂട്ടിക്കൊടുപ്പുകാരൻ? കേരളം തന്നെ കണ്ടതുപോലെ സ്വന്തം മകളെ വണ്ടിയിൽ കയറ്റി ഒരു കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് അവളെ കാത്തിരിക്കുന്ന ഒരു തമ്മാടിയുടെ കൈകളിലേക്ക് അവളെ ഏൽപ്പിച്ച് ക്യാഷ് വാങ്ങി തിരിച്ചു പോകുന്ന അച്ഛൻ മാത്രമാണോ ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പുകാരൻ? അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ് ഔ കമാ ഖാല റസൂലുള്ളാഹ്. എന്താ? സ്വന്തം വീട്ടിൽ തിന്മകൾ, അധർമ്മങ്ങൾ, അക്രമങ്ങൾ, വേണ്ടായികകൾ അത് നിലനിർത്തുന്നവൻ ഈ പണിയെടുക്കുന്നവനാണ്. എന്റെ വിഷയമല്ല, പക്ഷെ ഞാൻ അത് സ്പെസിഫൈ ചെയ്തു പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക്. എന്താ അറിയോ? യഥാർത്ഥത്തിൽ ചാനലുകളിലൂടെ വരുന്നതും ചാനലുകളിലൂടെ കാണുന്നതും ചാനലുകളിലൂടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് അടിച്ച് കയറ്റപ്പെടുന്നതുമായ കാര്യങ്ങൾ അവന്റെ വികാരങ്ങളെയും അവന്റെ വിചാരങ്ങളെയും ഇക്കിളിപ്പെടുത്തി അവനെ വ്യഭിചാരിയാക്കുന്ന, അവനെ കൊലപാതകയാക്കുന്ന, അവനെ അക്രമിയാക്കുന്ന, അവനെ തെമ്മാടിയാക്കുന്ന, അവനെ അധർമ്മിയാക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ചെറിയ ലെവലിലുള്ള കുട്ടികൾ ഇന്നത്തെ ഈ രംഗത്ത് ഇപ്പൊ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചാൽ അവർക്ക് മനസ്സിലാകും. ചെറിയ കുട്ടികൾ പോലും ഇന്ന് എത്തി നിൽക്കുന്നത് പണ്ടത്തേതെന്താ, കണ്ണുകൊണ്ടൊരു ഒന്ന് ഇറുമ്മി സ്വന്തം മനസ്സിലെ പ്രണയം മറ്റേ കുട്ടിനെ അറിയിക്കുന്നത് PDC കഴിഞ്ഞ് PGക്ക് ചേരുമ്പോഴാ. ഇന്നുള്ളത് 5ാം ക്ലാസ്സിലെ കുട്ടി ഇന്റർകോഴ്സസിന്റെ അവസരങ്ങൾ തേടുന്നിടത്താണുള്ളത്. സെക്സൽ ഇന്റർകോഴ്സസിന് 5ാം ക്ലാസ്സിൽ നിന്ന് അവസരം തേടുന്നിടത്താണ്, അതിന് റിക്വസ്റ്റ് ചെയ്യുന്നിടത്താണുള്ളത്. അത് നമ്മൾ വേറെ ഒരു അർത്ഥത്തിൽ, വേറെ ഒരു തലത്തിൽ ശക്തമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞ എന്തിനാറ്? ഇവിടുത്തെ ക്രിമിനൽ പശ്ചാത്തലം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും സ്വന്തം മക്കളെയും ഭാര്യയെയും അവർക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ശേഷം ഒഴുകുന്ന പുഴയിലേക്ക് തള്ളിയിട്ട്
അവരാ പുഴയിൽ മുങ്ങി പൊങ്ങുമ്പോൾ ഉപ്പച്ചയെ എന്നെ രക്ഷിക്കൂ എന്ന് ആ പുഴയിൽ നിന്ന് ആ കുഞ്ഞ് ആർത്ത് വിളിക്കുമ്പോൾ മനസ്സിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി ആ മണൽത്തിട്ടകളിൽ നിന്ന് നടന്നു നീങ്ങി അപകടത്തിൽപ്പെട്ട സ്വന്തം ബൈക്കിന്റെയും മക്കളുടെയും കാര്യം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും ഒരുക്കുന്ന ഒരാൾ ചെയ്യുന്ന ചെയ്തിയെ നിങ്ങൾ എത്ര മോശമായി കാണുന്നുവോ? അതല്ലെങ്കിൽ വഴിയോരത്ത് കണ്ട പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്റെ ഇന്നോവ വാനിലേക്ക് വലിച്ചു കയറ്റി തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള കുഞ്ഞിന്റെ കഴുത്തിൽ തള്ളാംവിരൽ കൊണ്ട് അമർത്തി അവളെ കൊന്ന് തന്റെ ലൈംഗിക വൃത്തി പൂർത്തീകരിച്ച് അവളെ ഓടയിൽ എറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം നിങ്ങൾ എത്ര മോശമായി, എത്ര ക്രൂരമായി കാണുന്നുവോ? അതിലേറെ വൈകൃതങ്ങൾ നിറഞ്ഞൊരു ഏരിയയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇവിടുത്തെ ആത്മീയതയുമായി ബന്ധപ്പെട്ട രംഗം. ഇവിടെ 2-3 ആംഗിളുകളുണ്ട്, 2-3 തലങ്ങളുണ്ട്. ഒന്ന് നിരീശ്വരവാദം, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്നൊരു വാദം, ദൈവം തന്നെ ഇല്ല എന്ന ദൈവനിരാസം. എല്ലാ ദൈവനിരാസത്തിന്റെയും ആളുകൾ ദൈവനിരാസം അവരുടെ ഒരു ഏറ്റവും വലിയ ക്രൈസിസിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ നേരത്തെ അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് അല്ലെ? ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ രംഗത്ത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെ അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ, ശ്രമങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ആ പദ്ധതിക്ക് കൗണ്ടർ സൈൻ ചെയ്ത് അത് അംഗീകരിച്ചുകൊണ്ട് ആ സംഗതി സൈനികന്മാർക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ പദ്ധതി അംഗീകരിക്കുന്നു, 2 മഹാരാഷ്ട്രങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റോമിക് ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും ഒക്കെ എറിയാം എന്ന അംഗീകാരം നൽകുമ്പോൾ അവിടെ ദൈവനിരാസത്തിന്റെ പേരിൽ പ്രസിദ്ധനായ ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പറഞ്ഞത് ഗോഡ് മേ ബ്ലസ് ദിസ് പ്ലാൻ എന്നാണ്. ഈ പദ്ധതിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ്. ദൈവനിരാസാണ് അയാളുടെ അജണ്ട. പക്ഷേ ഒരു പ്രത്യേക സ്റ്റേജിൽ അവർ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. പരസ്യ ജീവിതത്തിൽ ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ ചീത്ത വിളിച്ച്, അള്ളാഹുവിനെ തെറിവിളിച്ച് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്വകാര്യമായ ജീവിതത്തിൽ അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ദൈവനിരാസത്തെക്കാളും ഏറ്റവും അപകടം കപടാത്മീയതയാണ്. അതിന്റെ അർത്ഥം ദൈവനിരാസം അപകടമല്ല എന്നല്ല. ദൈവനിരാസം പോയാൽ പോകണിനൊരു അതിർത്തിയുണ്ട്. കപടാത്മീയത പോയാൽ പോകുന്നതിന്റെ അതിർവരമ്പുകളും അതിർത്തികളും സുഹൃത്തുക്കളെ നമുക്ക് നിർവചിക്കുക സാധ്യമല്ല. അത്രമാത്രം ഈ രംഗത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഇന്ത്യൻ തെരുവ് മുതൽ ഞാനൊരു ഇക്വേഷൻ പറയണം നിങ്ങൾക്ക് വിഷയം മനസ്സിലാകാനും പ്രശ്നങ്ങളെ സംബന്ധിച്ച അവതരണത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക് എനിക്ക് വേഗം പോകാനും വേണ്ടി. ഇന്ത്യയിലെ റോഡ് സൈഡിൽ ഒരു പഞ്ചർ കട മുതൽക്ക് അല്ലെങ്കിൽ ഒരു വണ്ടിയോ ലോറിയോ ഒക്കെ നാശമായാൽ ആ വണ്ടിയും ലോറിയൊക്കെ അതിന്റെ ഗിയറും അതിന്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു ടയറിന് പഞ്ചർ അടക്കുന്ന പഞ്ചർ കട മുതൽക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന തുമ്പയിലെ ബാബ അറ്റോമിക് സെന്റർ, ഇവിടുത്തെ നമ്മുടെ പര്യവേഷണങ്ങളും റോക്കറ്റ് വിക്ഷേപണങ്ങളും ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച പഠനങ്ങളും ഒക്കെയുള്ള അവിടം വരെ ഏറ്റവും വലിയ കപടാത്മീയതയുടെയും ഏറ്റവും വലിയ നൂലിന്റെയും ചരടിന്റെയും ഏലസുകളുടെയും മന്ത്രങ്ങളുടെയും ഇത്തരം കാപട്യങ്ങളുടെയും ചൂഷണങ്ങളുടെയും കേന്ദ്രമാണ്. ഇതിന്റെ ആഴം ISM ഇതേപോലത്തെ ഒരു പ്രമേയം തെരഞ്ഞെടുക്കുമ്പോ നൂലുകെട്ടിയ കേരളം എന്ന വ്യത്യസ്തമായ ഒരു ടൈറ്റിൽ തെരഞ്ഞെടുക്കുമ്പോ കപട ആത്മീയതയുടെ കള്ളക്കച്ചവടങ്ങളുടെ കരിഞ്ചന്തയുടെ ഈ നൂൽബന്ധങ്ങളിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഏതെങ്കിലുമൊക്കെ 90-ലെത്തിയ പാവപ്പെട്ട വൃദ്ധകളും അതേപോലെ തന്നെ ജീവിതത്തിൽ വേറെ അത്താണികളൊന്നും ഇല്ലാത്ത ആളുകളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്നത്. ഈ ചരട് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത ചരടാണ്. ഈ ചരട്, ഈ ശംഖ്, ഈ തകിട്, ഈ ഏലസ്, ഈ ഐക്കല്ല്, ഈ ഉറുക്ക്, സുഹൃത്തുക്കളെ, ഇതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. നിങ്ങൾക്ക് ഹിമാലയ പർവ്വതത്തെ പിളർത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഹിമാലയ പർവ്വതത്തെ അതിനുവേണ്ട യന്ത്ര സംവിധാനങ്ങൾ കൊണ്ട് പിളർത്താൻ സാധിക്കും. നിങ്ങൾക്ക് ചൈന വൻമതിലിനെ വേണമെങ്കിൽ 2ആയി പിളർത്താൻ സാധിക്കും. പക്ഷേ നൂല് കെട്ടുന്ന മനസ്സ്, ഏലസ് കെട്ടുന്ന മനസ്സ്, ഐക്കല്ല് കെട്ടുന്ന മനസ്സ്, ശംഖ് ഉപയോഗിക്കുന്ന മനസ്സ്, തകിട് വരക്കുന്ന മനസ്സ്, മഷി നോക്കുന്ന മനസ്സ്, അതിന്റെയും അപ്പുറത്ത് അടുപ്പിൽ കുഴിച്ചിടുന്ന മനസ്സ്, അതേപോലെ തന്നെ തങ്ങളും ബീവിയും സന്യാസിയും പുണ്യാത്മാവും വാഴ്ത്തപ്പെട്ടവരുമൊക്കെ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ജപിച്ച് തപിച്ച് അവർ മന്ത്രിച്ച് കൈകളിൽ ഏൽപ്പിക്കുന്ന വസ്തുക്കൾ, അത് വീടിന്റെ 4 ഭാഗത്തും കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന മനസ്സ്,
അതിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അതിനെ നിങ്ങൾക്ക് ഒരു യന്ത്രം കൊണ്ടും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അവൻ വലിയ ബുദ്ധിജീവിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പഞ്ചർ കട മുതൽക്ക് ഇവിടുത്തെ ഒരു സാധാരണ ഇലക്ട്രീഷ്യന്റെ സ്ക്രൂ കൊണ്ടും അതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടും ജീവിതം തള്ളി നീക്കുന്ന ഒരു സാധാരണ ഇലക്ട്രീഷ്യൻ മുതൽക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെ ഓഹരി വാങ്ങി, അതുകൊണ്ട് ഗവേഷണം നടത്തി, അതിന്റെ പേരിൽ ശമ്പളം പറ്റി, അതിന്റെ പേരിൽ പഠിക്കുന്ന തുമ്പയിലെ അവിടുത്തെ ഗവേഷണ കേന്ദ്രത്തിലെ ആളുവരെ എന്താ അവരുടെ സ്ഥിതി എന്താ? ഈ നൂലിന്റെയും ഈ ഏലസിന്റെയും ഈ ചരടിന്റെയും ബന്ധനത്തിലാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് നമുക്ക് പരിഹാരത്തിന് സമയമില്ലാതെ പോകുമെന്ന് എനിക്ക് പേടിയാണ്. ഞാൻ ഏറ്റവും പുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും പുതിയത് മംഗളയാൻ. എന്താ മംഗളയാൻ എന്ന് പറഞ്ഞ? മംഗളകരമായ യാത്ര. മംഗളകരമായ യാത്ര എന്താ? ഇന്ത്യയുടെ ശാസ്ത്രലോകം, ശാസ്ത്രത്തെ നിരീക്ഷിക്കുന്ന ആളുകൾ ഇന്ന് ഏറ്റവും വലിയ ആവേശത്തിലാണ്. ഇൻസാറ്റും അല്ലാത്തതൊക്കെ ഇന്ത്യക്ക് ചെയ്ത സേവനങ്ങൾ, ഇവിടുത്തെ കാലാവസ്ഥാ നിർണയത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, പ്രതിരോധത്തിന്റെ കാര്യത്തിൽ, നൂറുകണക്കിന് വിഷയങ്ങളിൽ ആകാശത്തിന്റെ മറയില്ലാത്ത കാഴ്ചകൾ, ആരെ എങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യാവുന്ന അത്ഭുതകരമായ കാഴ്ചകൾ, അതിങ്ങനെ ഇവിടെ ഇരുന്ന് ഒരു 24 ഇഞ്ച് സ്ക്രീനിലിരുന്ന് എല്ലാം കാണാൻ വേണ്ടി നമ്മൾ പണ്ട് വിട്ടതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ പുതിയ ഒന്നാണ് മംഗളയാൻ. മംഗളകരമായ യാത്ര, ശുഭയാത്ര നേർന്നുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു റോക്കറ്റ്. ഈ റോക്കറ്റ് എത്തിക്കേണ്ട ഉപഗ്രഹം അത് വിട്ടതിന്റെ ആഘോഷത്തിലും ആവേശത്തിലും ഉത്സവത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശാസ്ത്രലോകം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഈ മംഗളയാൻ വിടുന്നിടത്ത് ഇതിന് ചില വിഘ്നങ്ങൾ ഉണ്ടായി. അതായത് ആത്മീയ ലോകത്തെ ചില പ്രയോഗങ്ങളാണ്. മനസ്സിലായില്ലേ? ആത്മീയ ലോകത്തെ സമാനമായ എല്ലാ മതങ്ങളിലുള്ള ആത്മീയ ലോകത്തെ ചില പ്രയോഗങ്ങളാണ്. അതിന് വിഘ്നമുണ്ട്. വിഘ്നം എന്ന് പറഞ്ഞാൽ ചില തടസ്സമുണ്ട്. എന്താ തടസ്സം? അതിന്റെ സ്ക്രൂ അയഞ്ഞിട്ടുണ്ട്. അത് വിടുന്നിടത്ത് കാലാവസ്ഥന്റെ ഇതിൽ പ്രശ്നമുണ്ട്, ടെമ്പറേച്ചറിന്റെ വ്യത്യാസമുണ്ട്. ഇതാണോ പ്രശ്നം? അല്ല. പ്രശ്നം പരിഹരിക്കാൻ ആരാ വന്നത്? മലയാളിയായ മാധവൻ നായരാണോ? അതല്ലെങ്കിൽ മലയാളത്തിന്റെയും തമിഴിന്റെയും മധ്യേ ജീവിച്ച, ലോകം കണ്ട വളരെ സുപ്രസിദ്ധനായ ഇന്ത്യയുടെ പ്രസിഡന്റ് പദത്തിലിരുന്ന APJ അബ്ദുൽ കലാം ആണോ മംഗളയാന്റെ വിഘ്നം തീർക്കാൻ എത്തിയത്? ISM ഇതുപോലത്തെ ഒരു പ്രമേയവുമായി രംഗത്തു വരുമ്പോൾ സമൂഹത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിശ്വാസങ്ങളെ വളരെ ശക്തമായി വിശ്വാസത്തിന്റെ തെളിവിന്റെ പ്രമാണങ്ങളുടെ ആ ദണ്ഡുകൾ കൊണ്ട് തട്ടിയുണർത്തി അതിനെ പൊടി തട്ടിയെടുത്ത് ശുദ്ധീകരിക്കാനുള്ള ദൗത്യവുമായി വരുമ്പോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. APJ അബ്ദുൽ കലാം ജീവിക്കുന്ന ഇന്ത്യയുടെ ആകാശത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെ ഗവേഷണത്തെ സംബന്ധിച്ചും വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു മഹായോഗി, ഒരു വലിയ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന, വിശ്വാസപരമായും ഐഡിയോളജിക്കലായും നൂറുകണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അദ്ദേഹം ജീനിയസ് ആണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ മാധവൻ നായർ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ ഈ ഒരു വലിയ ദൗത്യം നടക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കെ ഇത് പരിഹരിക്കാൻ വന്നത് പൂജാരിയാണ്. മംഗളയാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നത്. വിഘ്നം തീർക്കാൻ ഉപയോഗിച്ചത് എന്താ? ഇതാണോ? സ്ക്രീനിൽ കാണുന്ന ടെലസ്കോപ്പ് ആണോ? വിഘ്നം തീർക്കാൻ, തടസ്സം തീർക്കാൻ, ക്രൈസിസ് തീർക്കാൻ ഉപയോഗിച്ചത് എന്താ? ഈ സ്ക്രീനിൽ എന്റെ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ടെലസ്കോപ്പ് ആണോ? അതല്ലെങ്കിൽ ഇതാണോ? റഡാറാണോ? ആകാശത്തിന്റെ മുകളിൽ ഒരു ഈച്ച പറന്നാൽ ആ പറക്കുന്ന ഈച്ച ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് എന്നും ആ ഈച്ചയെ സ്പോട്ട്ലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് എത്ര നിമിഷങ്ങൾ വേണമെന്നും ഒക്കെ ഞങ്ങളുടെ റഡാറുകൾ പറഞ്ഞു തരുമെന്ന് ശാസ്ത്രത്തിന്റെ ധിക്കാരം പറഞ്ഞവർക്ക്, അവർക്കിപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത മലേഷ്യൻ ഫ്ലൈറ്റ് ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, വിഘ്നം തീർക്കാൻ ആള് വന്നപ്പോ ഉപയോഗിച്ച ഇതല്ല. കാരണം അയാൾ ഉപയോഗിക്കുക ഇതല്ല, ഒരിക്കലും ഇതല്ല. ഇതാണോ? ഇതൊക്കെയാണോ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു മെഷീനിന്റെ വിഘ്നം തീർക്കാൻ സാധാരണ ഉപയോഗിക്കല് ആണല്ലോ. ഒരു മെഷീന്റെ കംപ്ലൈന്റ് തീർക്കാൻ സാധാരണ ഉപയോഗിക്കല് ഇതൊക്കെയാണ്. പക്ഷെ ഉപയോഗിച്ചത് ഇതാണ്. ഉപയോഗിച്ചത് കേരളത്തിൽ നിന്നാണ് ഉപയോഗിച്ച വസ്തുവിന്റെ
ഇമ്പോർട്ടിങ്. എന്താ? തേങ്ങ. മംഗളയാനെന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ അധ്വാനമുള്ള ഒരു സാധനത്തിന്റെ സ്വിച്ച് ഓണിന്റെ തൊട്ടു മുൻപ് അതിന്റെ വിഘ്നം തീർക്കാൻ രംഗപ്രവേശം ചെയ്തത് ശാസ്ത്രം എന്ന് പോലും ഒരുപക്ഷെ എഴുതാൻ കഴിയാത്ത ഒരാള് അല്ലേ? നമ്മളെ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. കാരണം ഇതൊക്കെ തുല്യാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണക്കാണ്, ആരെ വിളിച്ചാലും സംഗതി തുല്യാണ്. അപ്പൊ നമ്മളെ പ്രതിനിധി അവിടെ അല്ലാത്തത് കൊണ്ട് മാനക്കേട് നമുക്ക് ഉണ്ടായില്ല. സ്വിച്ച് ഓണിന്റെ രംഗത്ത് നമ്മുടെ പ്രതിനിധി ഉണ്ടാകേണ്ടതാണ്. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിന്റെ രംഗത്ത് അങ്ങനത്തെ പ്രതിഭകൾ വളർന്നു വരേണ്ടതാണ്. പക്ഷേ ഒരു കണക്കിന് ഭാഗ്യമായി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെട്ട ചില ഉസ്താദുമാർ അവിടെ എത്തുമായിരുന്നു. നല്ലൊരു ഫോട്ടോക്ക് ചാൻസ് ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞതിൽ ആരും വിഷമിക്കരുത്. ഞാൻ പറഞ്ഞതിൽ പ്രതിഷേധമുള്ളവർക്ക് പേഴ്സണലി സംസാരിച്ചാൽ അത് പ്രൂവ് ചെയ്യാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇരിക്കട്ടെ. ഏതാണെങ്കിലും ഫ്രാങ്ക് മറൈസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്ര നിരൂപകനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ചില പരിഹാരങ്ങളിലേക്ക് പോവാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ത്യയെ വളരെ ലളിതമായി നിർവചിച്ചു. എന്താ? ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിന്റെ ഒരു കാല് ചാണകക്കുഴിയിലാണെങ്കിൽ മറ്റേ കാല് അറ്റോമിക് ലോകത്താണ്. അറ്റോമിക് ഗവേഷണങ്ങളുടെ ലോകത്താണ്. ഒരിക്കലും അറ്റോമിക് ഗവേഷണങ്ങളുടെ ലോകത്ത് കാലുവെച്ച ആളുകൾക്ക് ഉണ്ടാകാൻ പറ്റാത്ത യോഗ്യതയാണ് മറ്റേ കാല് ചാണകക്കുഴിയിലാണ്, മറ്റേ കാല് അസാംസ്കാരികതയിലാണ്, മറ്റേ കാല് ഒരു അന്ധവിശ്വാസങ്ങളിലാണ് എന്ന അവസ്ഥ. അവർക്ക് ഇതൊക്കെ ദൈവത്തെയും ആത്മീയതയെയും ഒക്കെ കൂടുതൽ ബോധ്യപ്പെടാനുള്ള അവസരങ്ങളാണ്, ഏറ്റവും നല്ല അവസരങ്ങളാണ്. പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ല. അതിനുവേണ്ട ഒരു സ്പേസ് ഉപയോഗിക്കുന്നില്ല അല്ലെ? അതിനുവേണ്ട ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കണില്ല, പഠിക്കണില്ല. ഇതിൽ നിന്ന് അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടണില്ല. അതുകൊണ്ടാണ് മുമ്പ് MSM വളരെ ശക്തമായി സമൂഹത്തിൽ ഇതേപോലത്തെ ചില കാര്യങ്ങൾ വന്നപ്പോൾ മെസ്സേജുമായി കടന്നു വന്നപ്പോൾ പറഞ്ഞത്, ഇവിടെ ഇനി വിദ്യാഭ്യാസത്തിലേക്കുള്ള മോട്ടിവേഷൻ അല്ല ആവശ്യം. നിങ്ങൾ പഠിക്കണം, വിദ്യ അഭ്യസിക്കണം എന്നല്ല പറയേണ്ടത്. ഇനി വേണ്ടത് തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസമാണ്. ഇവിടെ അല്ലാത്തത് അതാണല്ലോ, തിരിച്ചറിവാണില്ലാത്തത്. തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഒരു കാല് ചാണകക്കൂട്ടിലും മറ്റേ കാല് ചാണക കുടിയിലും മറ്റേ കാല് അറ്റോമിക് ലോകത്തും ആയിപ്പോകുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഇന്ത്യക്കില്ല, ഉണ്ടാകുമായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ ചിലർക്ക് ചില അക്കങ്ങൾ പേടിയാണ്. ഫോട്ടോയിൽ കാണുന്നത് ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ടിന് 13-ാം നമ്പർ റൂമുണ്ട്. 13-ാം നമ്പർ റൂം ഒഴിഞ്ഞു കിടക്കുക, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തരും. 13-ാം നമ്പർ റൂം ഒഴിഞ്ഞു കിടക്കണ്. ഞാൻ വെടിപൊട്ടിച്ചല്ല, ഞാൻ അതിന്റെ എവിഡൻസ്, ഈ വിഷയം കൃത്യമായി ഹൈക്കോർട്ടിനെ സംബന്ധിച്ച് വിക്കിപീഡിയയിൽ പറയുന്നിടത്തുള്ള എവിഡൻസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഏറ്റവും വലിയ ബുദ്ധിജീവികളും ഏറ്റവും വലിയ ഗവേഷകരും കേരളത്തെ സത്യത്തിലും നൈതികതയിലും ധാർമ്മികതയിലും നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും വലിയ ജുഡീഷ്യറി, ഏറ്റവും വലിയ നിയമശാലയിലെ 13-ാം നമ്പർ റൂം ആർക്കും വേണ്ട. കാരണം ജ്യോതിഷ ശാസ്ത്രപ്രകാരം 13-ന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുന്ന ആളുകള് വേറെ റൂം എടുക്കണ്ട, 13-ാം നമ്പർ റൂം ധൈര്യമായിട്ട് എടുത്തോളി. മുജാഹിദുകൾക്ക് മാത്രമേ ആ റൂം എടുക്കാൻ കഴിയുള്ളൂ. മാത്രല്ല, വേറൊന്നും കൂടി ഞാൻ പറയുന്നു, ശരിക്ക് പരസ്യമായിട്ട് ഷർട്ടൂരാൻ തന്നെ കഴിയുക മുജാഹിദുകൾക്ക് മാത്ര. മറ്റേത് പച്ച നൂല്, കറുത്ത നൂല്, വെളുത്ത നൂല് അല്ലേ, അപ്പുറത്ത് ആ വര, ഇപ്പുറത്ത് ഈ കുറി, ഇങ്ങനെ 100 കണക്കിന് സാധനങ്ങൾ ഉണ്ടാകും. അപ്പൊ ചിലർക്ക് ചില അക്കങ്ങൾ പേടിയാ. ഞാൻ അത്ര ഒതന്റിക്കായി അത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, നിയമസഭയിലെ 13-ാം നമ്പർ സീറ്റിനും ആളുകൾക്ക് താല്പര്യമില്ല എന്നാണ്. ആ സീറ്റിലിരുന്നാൽ 5 വർഷം വാഴുകയില്ല എന്നാണ് വിശ്വാസം. അപ്പോ ചില ആളുകൾക്ക് പ്രശ്നം ചില നമ്പറുകളാണ്, വേറെ ചില ആളുകൾക്ക് പ്രശ്നം ചില കണികളാണ്. അവനെ കണി കണ്ടു, ആരെ? പൂച്ചയെ കണി കണ്ടു, അതുകൊണ്ടില്ല. പിന്നെ പിച്ചളപ്പാത്രം നീട്ടി തന്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ഒരാളെ കണി കണ്ടു, അതുകൊണ്ട് യാത്ര ക്ലോസ് ചെയ്തു. രാത്രി 3 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി ഫയലൊക്കെ തയ്യാറാക്കി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അമ്മേ വല്ലതും തരണേ എന്ന് പറഞ്ഞ ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതോടുകൂടി അന്നത്തെ യാത്ര ക്യാൻസൽഡ് അല്ലേ? കണികളിലാണ് യഥാർത്ഥത്തിൽ ലോകമുള്ളത്. ചിലർക്ക് അക്കമാണ് പ്രശ്നമെങ്കിൽ വേറെ ചിലർക്ക് കണികളാണ് പ്രശ്നം. ചൂല് കണ്ടാൽ പ്രശ്നം അല്ലെ? ചൂല് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? ഇതൊരു വൃത്തി ഉള്ള വീടാണ്, അടിക്കലും തുടക്കലൊക്കെ ഉള്ള വീടാണെന്ന് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാല് മനസ്സിലാക്കണത് നേരെ തിരിച്ചാണ്.
ഒരു പാവപ്പെട്ട ഒരു യാചകൻ കൈനീട്ടി വന്നാൽ എന്ത് മനസ്സിലാക്കണം? ഇവൻ തട്ടിപ്പുകാരനല്ലെങ്കിൽ ഇവന്റെ വയറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല, അവന്റെ മക്കൾ പട്ടിണിയാണ്, അതുകൊണ്ട് ഞാൻ പോണതൊരു നല്ല കാര്യത്തിനാണ്, ആ നല്ല കാര്യം നല്ല നിലക്ക് നടക്കട്ടെ, എന്നാ പിടിച്ചോ ഒരു 500 നോട്ട്, വേഗം വിട്ടോ, സന്തോഷമായി നീ വന്നത്, ഒരു നന്മ ചെയ്യാൻ പറ്റിയല്ലോ എന്നതാണ് മനസ്സുണ്ടാകേണ്ടത്. പക്ഷേ ചരടുകൾ കൊണ്ടും നൂലുകൾ കൊണ്ടും ഏലസുകൾ കൊണ്ടും മൈക്കല്ലുകൾ കൊണ്ടും പിഞ്ഞാണങ്ങൾ കൊണ്ടും മഷികൾ കൊണ്ടും മഷിനോട്ടങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ആസ്ട്രോണമിയുടെ പേരിൽ വരുന്ന നക്ഷത്ര ശാസ്ത്രങ്ങൾ കൊണ്ടുമൊക്കെ കളങ്കിതമായ മനുഷ്യ മനസ്സ് എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഇനിയോ ചിലർക്ക് ചില ജീവികളെയും പക്ഷികളെയൊക്കെ പേടി. പൂച്ച ക്രോസ് ചെയ്ത പ്രശ്നം. വെള്ളിമൂങ്ങയെ കടത്തുന്നു, കാരണം വെള്ളിമൂങ്ങക്ക് മാർക്കറ്റ് ഉണ്ട്. വെള്ളിമൂങ്ങ നന്മയുടെ പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമല്ല. വെള്ളിമൂങ്ങ നന്മയുടെ പ്രതീകമാണ്, അല്ലേ? അപ്പോ വെള്ളിമൂങ്ങക്ക് ഭയങ്കര വെയിറ്റ്. എന്നിട്ട് അത് കള്ളക്കടത്ത് നടത്തുക, എന്നിട്ട് അതിന്റെ പിടിക്കുക, എന്നിട്ട് അത് പിടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകുക. വെള്ളിമൂങ്ങ ആകാശത്തിന്റെ നീലിമയിലേക്ക് ചിറകിട്ടടിച്ച് പറക്കുമ്പോൾ അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവൻ ബെല്ലടിക്കുമ്പോൾ ജയിലിലെ ഗോതമ്പുണ്ട തിന്നും, അല്ലേ? നമ്മളെ ആളുകളുടെ വിശ്വാസത്തിന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഒരു പൂച്ച ക്രോസ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഫേസ്ബുക്കിൽ ഒരു തമാശക്കാരൻ പറഞ്ഞ എന്താ അറിയോ? ഇതാണ്, പൂച്ച നിങ്ങളെക്കാളും തിരക്കിലാണ്. മനസ്സിലായില്ലേ? പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂച്ച നിങ്ങളെക്കാളും ബിസിയാണ്. അതുകൊണ്ട് പൂച്ചക്ക് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക, പൂച്ച പോയിക്കോട്ടെ. കാരണം റോഡിന്റെ അപ്പുറത്ത് എലിയെ കണ്ടിട്ടുണ്ട്, പെരിച്ചായിനെ കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഇന്നത്തെ അന്നം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് എന്താ ഒന്ന് സ്പീഡാക്കി കൊടുക്കും, ഒന്ന് സ്ലോ ആക്കി കൊടുക്കും എന്നേ മനസ്സിലാക്കണ്ടു. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുള്ളൂ, അല്ലേ? ഇനി ചില ആളുകൾക്ക് പ്രശ്നം കന്നിമൂലയാണ്. കന്നിമൂല അതിന്റെ ദുരന്തം ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ? ഒന്നുമില്ല, ഒരു തങ്ങൾ പാപ്പ അങ്ങനെയാണ് വരും. അതല്ലെങ്കിൽ ഒരാളെടുത്ത് ചെല്ലുമ്പോ നിങ്ങളെ വീട്ടിലെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ നിർമ്മാണത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് എന്ത് വിവരം. അപ്പൊ ആ വിവരം കിട്ടുമ്പോ അങ്ങനെയാണല്ലോ, സാധാരണ ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് ഡോക്ടർ പറയണേ ഒരു സ്കാനിങ് വേണമെന്നൊക്കെ പറയുമ്പോ അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോകും. അപ്പോ ഇങ്ങനെ മാത്രം ജീവിക്കുന്ന ആളുകൾ എല്ലാ മതങ്ങളിലുണ്ട്. അങ്ങനെ ജീവിക്കണം മൂപ്പര് വരും. അത് ചിലപ്പോ സന്യാസി വേഷം ധരിച്ചവനായിരിക്കും, ചിലപ്പോ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലക്കുള്ള ആളായിരിക്കും, ചിലപ്പോ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധി ആയിരിക്കും. ഈ മതങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്കൊന്നും ഇയാളുമായിട്ട് യാതൊരു ബന്ധമല്ല എന്ന വിവരം വ്യസന സമേതം ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും അറിയിച്ചു കൊള്ളുന്നു. ഒരു സംശയമല്ലല്ലോ, ഈ പറയുന്ന ഇങ്ങനെ എത്തുന്ന പ്രതിനിധികളുമായി മതങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് യാതൊരുവിധ ബന്ധമല്ല. നോക്കൂ നിങ്ങൾ, ഇയാൾ വന്നിട്ട് ഇങ്ങനെ 2 നോട്ടൊക്കെ നോക്കി ഒരു കറക്കൊക്കെ കറക്കിയിട്ട് പറയണേ, എന്താ ഈ ഭാഗം ഇവിടുന്ന് പൊളിച്ച് നീക്കണം. എന്താ? ഓഫീസ് റൂമാണ്, മനസ്സിലല്ലേ? അതാണ് പൊളിച്ച് നീക്കണം. അല്ലെങ്കിൽ ഈ 3 റൂം, എന്നിട്ട് അവിടെ കക്കൂസ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാവും? എത്ര സ്ഥലത്തുണ്ട് സുഹൃത്തുക്കളെ? ഇതെങ്ങനെ ഉണ്ടായത് അറിയോ? 76 ഡിഗ്രി സെൽഷ്യസ് ഗൾഫ് ചൂടിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ വീട്. നമ്മളൊന്നും അധികം വിദേശ യാത്ര നടത്തിയിട്ടില്ല, പക്ഷെ ഒരു യാത്രയിൽ കണ്ടൊരു കാഴ്ച ഉണ്ട്. ഒരു പൈപ്പ് ലൈനിൽ ഒരാൾ വർക്ക് ചെയ്യണം. അന്ന് കുവൈത്തിന്റെ ചൂട് 76.5 ആണ് അന്നത്തെ ചൂട്. 76.5% ഡിഗ്രി ചൂടുള്ള സമയത്ത് എന്താ പൈപ്പ് ലൈനിൽ ഒരാൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചു, അയാൾ പൈപ്പ് ലൈനിൽ നിന്നിട്ട് ഇങ്ങനെ ഗ്യാസ് ലൈനിൽ നിന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ്, മൊത്തം മൂടി ഇങ്ങനെ. ഞാനിങ്ങനെ ആലോചിച്ചു സുഹൃത്തുക്കളെ, നമുക്ക് കാറിന്ന് AC കാറിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകാൻ പറ്റാത്ത അത്ര ശക്തമായ ചൂടിൽ, മനുഷ്യൻ കത്തിക്കരിഞ്ഞു പോകുന്ന ചൂടിൽ അയാൾ എന്നിട്ട് പണിയെടുക്കുന്നത് എന്താ കാരണം? ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ കറക്കുമ്പോ അയാൾ അവിടെ കാണുന്നുണ്ട് വിവാഹപ്രായമെത്തി വിവാഹം കഴിയാത്ത മകളെ, പണി പൂർത്തിയാകാത്ത വീട്, പേമാരി എത്തും മുമ്പ്, ഇടിനാദങ്ങൾ വരും മുമ്പ് പണി പൂർത്തിയാക്കേണ്ട വീട്, ഗർഭിണിയായ ഭാര്യ, നിത്യരോഗിയായ മാതാവ്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മകൻ, 10 വയസ്സായിട്ടും 3 വയസ്സുകാരന്റെ വളർച്ച മാത്രമുള്ള തന്റെ വീട്ടിലെ റൂമിൽ തളർന്നു കിടക്കുന്ന തന്റെ പിഞ്ചോമന, അവന്റെ ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ കുറെ കാര്യം കാണുന്നതുകൊണ്ടാണല്ലോ 16 ആളുള്ള റൂമില് ഒരുത്തന്റെ തലന്റെ ചോട്ടില് മറ്റോന്റെ കാലിന്റെ ചോട്ടില് ഇവന്റെ തല, ഇങ്ങനെ ഈ ഒരു പണിയായിട്ട് നീങ്ങണത്. അങ്ങനെ ഉണ്ടാക്കിയ വീട്, ആ വീടാണ് ഉസ്താദ് ഇങ്ങനെ മഷിട്ട് നോക്കിയിട്ട് അവസാനത്തോണ്ട് പൊളിച്ചാളി, അതാണ് കന്നിമൂല എന്ന് പറഞ്ഞാൽ. ഇത് കന്നിമൂലയല്ല, ഇത് ചന്നിമൂലയാണ്.
ഇത് ശുദ്ധമായ ഭ്രാന്താണ് സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഭ്രാന്ത്. ഇതും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അധുനാധുനിക ശാസ്ത്രയുഗത്തിൽ തന്നെയാണ്. ഇനി അതിൻ്റെയൊക്കെ അപ്പുറത്ത് സ്വന്തം മാനം നഷ്ടപ്പെടുത്തി സ്വയം നാശത്തിലെത്തിപ്പെടുന്ന ആളുകൾ. ഈ സ്ലൈഡ് ബ്ലാങ്ക് ആണ്. എന്തുകൊണ്ട് ബ്ലാങ്ക് ആണ്? ഈ സ്ലൈഡിൽ കൂടെ എനിക്ക് കാണിക്കാനുള്ള വീഡിയോസ് ഇവിടെ ഞാൻ കാണിച്ചാൽ ഈ ഹോളും ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ ബാക്ക് സൈഡിൽ വേറൊരു സാധനം ഉണ്ടല്ലോ, ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പോണേ, അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇതിന്റെ തൊട്ടപ്പുറത്ത് ബാക്ക് സൈഡില് ഇല്ലേ മമ്മൂട്ടി മോഹൻലാലൊക്കെ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ഥലമുണ്ട് സ്ക്രീനിലൂടെ, അതും ഈ ഹോളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അത്ര വൃത്തികെട്ട പിന്നെ സീനുകൾ ലീക്ക് ഔട്ട് ആയത് യൂട്യൂബിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 5-6 ദിവസമായിട്ട് പിന്നെ ചില എല്ലാ മതങ്ങളിലുമുള്ള കപട ആത്മീയതയുടെ ആൾ ദൈവങ്ങളുടെ ഒക്കെ പിന്നാലെയാണ്. അപ്പൊ അത് മൊത്തം കിട്ടി നോക്കിയപ്പോ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു സദസ്സിനോട് പറയാനോ പ്രദർശിപ്പിക്കാനോ പറ്റൂല എന്നാണ്. കാരണം നമ്മൾ എന്തൊരു നന്മയാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ നന്മ നിരാകരിക്കപ്പെടുന്ന സാഹചര്യമാണ് പിന്നെ ഉണ്ടാകുക. വർഗീയതയായി, തീവ്രവാദമായി, വംശീയതയായി, അങ്ങനെ അങ്ങനെ അത് വേറൊരു തലത്തിലേക്ക് പോകും. അപ്പോ സ്വന്തം ഭാര്യയെ ഷെയ്ഖിന്റെ മുന്നിൽ, ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ മുന്നിൽ ആക്കി കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞാൽ 8 ദിവസം അവിടെ താമസിപ്പിക്കണം, എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഫ്രീ ആക്കി കൊടുക്കുള്ളൂ. കല്യാണം കഴിഞ്ഞു വന്ന അന്ന് അതൊക്കെ ഇവിടുത്തെ ഉസ്താദുമാർ തന്നെ പറയുന്നുണ്ട്, ഉസ്താദുമാര് തന്നെ പറയുന്നുണ്ട് അല്ലെ, കാസിമി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് 5 കൊല്ലം കഴിഞ്ഞ് വന്ന ആള് നേരെ ഷെയ്ഖിനെ പോയി കണ്ടു. ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ എനിക്ക് കയറാൻ പറ്റുമോ, ഭാര്യന്റെ അടുത്ത് എത്താൻ പറ്റുമോ എന്ന് വെച്ചപ്പോ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന ഷെയ്ഖിന്റെ നിർദ്ദേശം. ഭാര്യനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാക്കി തന്നിട്ട് പോയാൽ മതി എന്നാണ് അല്ലേ. ഇതിന്റെ വീഡിയോസ് ലീക്ക് ഔട്ട് ആയാൽ അതിന്റെ സ്ഥിതി എന്തായിരിക്കും ഞാൻ പറയണ്ടല്ലോ. അപ്പോ കപട ആത്മീയത നിരീശ്വരവാദത്തെക്കാളും വലിയ അപകടമാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. അത് മനുഷ്യനെ ഒരു മൃഗത്തെക്കാളും ഹീനമായ അവസ്ഥയിലേക്ക് എത്തിക്കും. പൈശാചിക ബാധ ഒഴിപ്പിക്കാൻ, നിധി ലഭിക്കാൻ നരബലി നടത്തുന്ന ആളുകൾ. സ്വന്തം സ്വന്തം സഹോദരിയുടെ പുത്രനെ വെള്ളത്തിൽ മുക്കി കൊല്ലാണ് ചെന്നൈക്കാരിയായ ഒരു സ്ത്രീ. എന്തിനാ? ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, ജോത്സ്യൻ നിങ്ങളെ വീട്ടിലെ ചില പ്രശ്നങ്ങളുണ്ട്, അതിന് നരബലിയാണ് വേണ്ടത്. അപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നവനെ കളിപ്പാട്ടങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് ഇളയമ്മയുടെ സ്നേഹം അവന് നുകർന്നു നൽകി വാട്ടർ ടാങ്കിൽ അവനെ മുക്കിക്കൊല്ലുമ്പോൾ ആ കൈകൾ പിശാചിന്റെ കൈയായി മാറിയത്. വെള്ളം കുടിക്കുന്ന കുട്ടി ശ്വാസകോശത്തിലേക്ക് ആ വെള്ളം ഇരച്ച് കയറുമ്പോൾ, അവൻ പിടക്കുമ്പോൾ, അവന്റെ ജീവന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോൾ അവരെ ആ കൃത്യത്തിൽ പിടിച്ചു നിർത്തിയ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്കവേറ്ററുകൾക്കും JCBകൾക്കും AK-47 റൈഫിളുകൾക്കും ഒന്നും തകർക്കാൻ കഴിയാത്ത മനസ്സിൽ കുടിയിരിക്കുന്ന കപടാത്മീയതയും അന്ധവിശ്വാസവും നൂലിലും ചരടിലും ഏലസിലും ഐക്കല്ലിലുമൊക്കെ ബന്ധിതമായ വിശ്വാസങ്ങളും തന്നെയാണ്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. കാണിക്ക വഞ്ചികളും ഓൺലൈൻ ജ്യോതിഷവും അല്ലെ. ജ്യോതിഷം അപ്ഡേറ്റ് ചെയ്തു, എന്താ ഇപ്പൊ ഓൺലൈനിലാണൊക്കെ. നിങ്ങളെ പ്രശ്നം പറയാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു വേണ്ട, പ്രശ്നം ഇവിടുന്ന് ടൈപ്പ് ചെയ്യാം. പ്രശ്നം ഇവിടുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിന് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ വേണ്ട എമൗണ്ട് അവിടെ തെളിയും. ആ എമൗണ്ട് ഈ ബില്ലിംഗ് വഴി പോസ്റ്റ് ചെയ്യാം, പരിഹാരം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും. പരിഹാരം ഓൺലൈനായിട്ട് വരും. നോക്കി, നിങ്ങൾ ഓരോ രംഗത്തും ശൈത്താൻ വളരെ സമർത്ഥമായി വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നൂലില്ലാത്ത ഏത് മതമുള്ളത്? ശൈത്താന്റെ തന്ത്രങ്ങളിൽ ശൈത്താൻ ഒറ്റ നിശ്ചയുള്ളൂ, ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. മതത്തിന്റെ ആളുകൾ ബോധപൂർവം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി എന്താ ഹാം ഹൂം ഹൂ എന്ന് ഊതിയാൽ ഹിന്ദുവായി അല്ലേ. എന്താ യാ കസ്രായില്ല കുസ്രായില്ല ഇസ്രായേൽ നിറഞ്ഞാണ്ട് ഊതിയാൽ അത് ഇസ്ലാമായി അല്ലേ. കുറച്ച് നീട്ടി കുറച്ച് ചുരുക്കി 4 അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി 2 പുണ്യാളന്റെ പേര് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി ആയി അല്ലേ. ക്യാഷ് മൊത്തം പോണതോ, ക്യാഷ് മൊത്തം ഒരു ഊത്തിന് 30,000, ഒരു തുപ്പലിന് 60,000. എന്താ എമൗണ്ട്? ഇങ്ങനെ കളം വരച്ചിട്ട് അല്ലെങ്കിൽ സംസ്കൃതത്തിലെ 4 അക്ഷരങ്ങൾ ഇത് ചുരുട്ടിയിട്ട് കെട്ടിയിട്ട് കൈ കൊടുത്താൽ അത് ഹിന്ദുവിന്റെ ഏലസായി. അറബി അക്ഷരമാലകൾ റൈനും ഫാവും കാഫും വാവും ഒക്കെ എഴുതിയിട്ട് ചുരുട്ടി കൊടുത്താൽ അത് ഇസ്ലാമിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വലിയ സംഭവമായി. അതിന്റെ അപ്പുറത്ത് ഹീബ്രു ഭാഷയിലെ ഏതെങ്കിലും 4 അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുത്താൽ അത് ക്രിസ്ത്യാനിറ്റി ആയി അല്ലേ. ഇതാണ് ഇവിടുത്തെ ധാർമ്മിക രംഗം അല്ലെങ്കിൽ
ആത്മീയതയുടെ രംഗം അടക്കി വാഴുന്നവർ എടുക്കുന്ന വളരെ ശക്തമായ തന്ത്രങ്ങൾ. മാത്രല്ല, കപട ആത്മീയതയുടെ കേന്ദ്രങ്ങളിൽ എവിടെയും ആത്മീയതയില്ല എന്ന് ലോകത്തിന് പലവരും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ കടന്നു വന്ന ഓരോ കപട ആത്മീയവാദിയുടെയും അന്ത്യം ഒന്നുകിൽ സ്വയം കൈകൊണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ കൈകൊണ്ട്, ചൂഷണത്തിന് വിധേയനായ ഒരാളുടെ കൈകൊണ്ട്, അതല്ലെങ്കിൽ സ്വാഭാവികമായ എന്നാൽ ഹീനമായ മരണം. എല്ലാവരുടെയും കേന്ദ്രങ്ങളിലെ രഹസ്യങ്ങൾ പുറത്തു വന്നപ്പോഴോ ആ രഹസ്യങ്ങളിൽ ഏറ്റവും പുതിയത് അമ്മന്റെ വിഷയം പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പരസ്യമായി ഷർട്ടയിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് മുജാഹിദികൾക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേ സ്ഥിതി തന്നെയാണ്. അമ്മനെ പറ്റി പറയാൻ എല്ലാവർക്കും പേടിയാണ്. ഇവിടെ ധാർമ്മികതയെയും അതേപോലെ തന്നെ മതനിരാശത്തെ അജണ്ടയാക്കി എടുത്തവർ പോലും രംഗത്ത് വന്ന് അമ്മന്റെ കാര്യം പറഞ്ഞ അടുത്ത ദിവസം അവരെന്നെ പിൻവാങ്ങി. അത് എന്റെ FB ID ഹാക്ക് ചെയ്തതാണെന്ന. പക്ഷേ അടുത്ത രാവിലെ അതേ FB IDയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അതിന്റെ തിരുത്തും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ആരാ ഹാക്ക് ചെയ്ത്? അപ്പോൾ ആരാണ് ഇവിടെ ഹാക്ക് ചെയ്തത്? വളരെ ക്ലിയർ ആണ്. ഹാക്ക് ചെയ്തത് ഒന്നുകിൽ ഇവിടുത്തെ ഇത്തരം കപട ആത്മീയവാദികളുടെ കയ്യിലുള്ള ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ്, അതാണ് ഹാക്ക് ചെയ്തത്. അതല്ലെങ്കിൽ ഇവിടുത്തെ വോട്ട് ബാങ്ക്. രണ്ടിലൊരു ബാങ്ക്, ഒന്നുകിൽ പണത്തിന്റെ ബാങ്ക് അല്ലെങ്കിൽ വോട്ട് ബാങ്ക്. അതുകൊണ്ട് തന്നെ ആർക്കൂടെ പറയാൻ ധൈര്യമില്ല, അല്ലേ? ധൈര്യം കാണിച്ച് ഗെയിലിനെ പോയി കണ്ട് ഇവിടുത്തെ ഒരു പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തപ്പോ അദ്ദേഹം അവസാനം ചോദിച്ചു, ഞങ്ങൾ ഇവിടെ കാന്തപുരത്ത് വിചാരണ നടത്തിയിട്ടുണ്ട്, ഞങ്ങളിവിടെ ഇന്ന ആചാര്യന്മാരുടെ കാര്യം ഞങ്ങൾ പുറത്തു കൊണ്ടിട്ടുണ്ട്, എന്റെ അമ്മന്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം ഇത്ര വയലന്റ് ആയ ആളുകൾ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചു, അല്ലെ? അതിനൊറ്റ ഉത്തരവുള്ളൂ. അതിന്റെ ക്ലാരിറ്റി കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇവർക്ക് ആർക്കും പറ്റൂല. അതിന്റെ ക്ലാരിറ്റിയും പരിഹാരവും കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സുഹൃത്തുക്കളെ. കാരണം ഏലസും മാലകളും ഐക്കല്ലുകളും തകിടുകളും ശംഖുകളും മോതിരങ്ങളും ഒക്കെ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ അത്രത്തോളം എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പരിഹാരം എന്താ? ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കലാണോ? എങ്കിൽ ജയിലിൽ നിന്ന് ഒന്നുകൂടി സ്വസ്ഥമായിട്ട് ഈ കാര്യം അവർ ചെയ്യും. ഇനി അല്ല, ഇവരുടെ ജീവിതത്തിന്റെ ബാക്ക് സൈഡിലുള്ള കഥകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കലാണോ? അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടല്ലേ, ഒന്ന് പോയോക്കാൻ തീരുമാനിക്കും. മനസ്സിലായില്ല? ഇവരുടെയൊക്കെ വിരിക്കപ്പുറത്തെ സ്വകാര്യങ്ങൾ ഇപ്പൊ ഗെയില് അവരുടെ വിശുദ്ധ നരകം എന്ന പുസ്തകത്തിലൂടെ പുറത്തുവിട്ട സാധനമാണെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ അവരെ നേരിടാമെന്ന് വിചാരിച്ചാൽ, ഞാനിവിടെ അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ എന്റെ സ്ലൈഡ് ബ്ലാങ്ക് ആക്കിയിട്ടു. ഞാൻ എന്റെ സ്ലൈഡ് ബോധപൂർവം ബ്ലാങ്ക് ആക്കിയിട്ടു. എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. 2 GB ഒരു കുറഞ്ഞ സമയം അന്വേഷിച്ചപ്പോൾ കിട്ടിയ 2 GB എന്റെ കയ്യിലുണ്ട്. ആർക്കും കിട്ടും. യൂട്യൂബില് ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കൊണ്ട് ചെല്ലുന്ന ആർക്കും കിട്ടും. ഞാൻ അങ്ങോട്ട് പോണില്ല. ഇതൊന്നുമല്ല എന്റെ പരിഹാരം. അവരെ കൊല ചെയ്യലാണോ പരിഹാരം? അല്ല. 956 ജനിച്ച അമ്മ, ആ അമ്മയെ കൊല്ലാൻ ആള് ചെന്നിട്ടുണ്ട്, ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ബാവയെ കൊല്ലാൻ ആള് ചെന്നിട്ടുണ്ട്, ശ്രീ രവിശങ്കറിനെ കൊല്ലാൻ ആള് ചെന്നിട്ടുണ്ട്. അവരെ കൊല ചെയ്യലാണോ? ഇത്രപ്പോന്ന നൂലിന്റെ ബന്ധനം. ആ നൂല് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പർവ്വതത്തെ കട്ട് ചെയ്താലും ആ നൂല് കൊലകൾ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂല. അവരെ വ്യക്തിത്വത്തെ ഇടിച്ച് തകർത്ത് തരിപ്പിണമാക്കിയതുകൊണ്ടും കഴിയില്ല. പക്ഷേ അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും ചർച്ചകളും വരുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ മൗനം പാലിക്കുന്നു? ഒരാളും കംപ്ലൈന്റ് ചെയ്യാതെ തന്നെ കേസെടുക്കാവുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ട് അധികാരികളുടെ കൈവിറക്കുന്നു എന്നത് ഇവിടുത്തെ ഒരു ചർച്ചയാണ്. നമ്മൾ ഇതിന്റെ പരിഹാരം ജനങ്ങളെ പഠിപ്പിച്ചാൽ ലോകം നോട്ടയിൽ കുത്തും ഈ അധികാരികൾക്കെതിരിൽ. ലോകം നോട്ടയിൽ കുത്തും സുഹൃത്തുക്കളെ ഈ അധികാരികൾക്കെതിരിൽ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? അവരൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോണവരും ഇതിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം എന്താ? ഇതിനുള്ള ഏറ്റവും ശക്തമായ പരിഹാരം അള്ളാഹുവിനെ അറിയലാണ്. പടച്ച തമ്പുരാനെ അറിയലും മനസ്സിലാക്കലും മാത്രമാണ്. അതല്ലാത്ത പരിഹാരത്തിനില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം പഠിപ്പിച്ചെടുത്ത് നാം ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകന്റെ പ്രത്യേകത യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞു വന്നിട്ട് അവരെ അദ്ദേഹം മോചിപ്പിക്കും. വൽ അഗ്ലാലല്ലതി അവര് ബന്ധിതമായ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കും. മോചിപ്പിച്ചല്ലോ.
എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവര് കുഞ്ഞുങ്ങളെ കൊന്നതുപോലും അവരുടെ ആത്മീയ രംഗത്തെ ഒരു തെറ്റുധാരണയിൽ നിന്നാണ്. കുഞ്ഞുങ്ങളെ കൊന്നത് എന്തിനാ? പെൺകുട്ടികളെ കൊന്നത് ജനിച്ചു വീണ കുഞ്ഞിനെ ആ കുഞ്ഞ് പ്രസവിച്ച് വീഴുന്ന മുറക്ക് പ്രസവത്തിന്റെ നീറ്റൽ മാറും മുമ്പ് അമ്മയുടെ ശരീരഭാഗത്ത് നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോയി തിഹാമയുടെ പർവ്വതയോരങ്ങളിൽ ഒരുക്കിയ കുഴികളിൽ അവർക്ക് ജീവനോടെ അന്ത്യവിശ്രമം ഒരുക്കിയ അറബിയുടെ മനസ്സിലെ പ്രേരകമെന്താ? ആർത്ത് കരയുന്ന കുട്ടിയുടെ മുഖത്ത് മണ്ണ് വീഴുമ്പോൾ ഇത്തരം ഒരു അന്ധവിശ്വാസമാണ്. അതിൽ നിന്ന് എങ്ങനെ മോചിപ്പിച്ചത്? എന്തുകൊണ്ട് കൊല ചെയ്യപ്പെടുന്നുവെന്ന് ആ കുഞ്ഞ് ചോദിക്കും നിന്നോട്. ഉപ്പച്ചയെ എന്തിനാ എന്നെ കൊന്നത് എന്ന് നാളെ മഹ്ശറയിൽ നിന്ന് ചോദിക്കും എന്ന മെസ്സേജ് ആ ഒരു സമ്പ്രദായത്തെ തന്നെ ഇല്ലാതാക്കി. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലുകൾ, ബോധ്യപ്പെടുത്തലുകളാണ് വഴി. എപ്പോഴാണ് അള്ളാഹുവിനെ ബോധ്യപ്പെടുക? ഇനി ഞാൻ പറയുന്ന കാര്യം, ഒരു ദിവസം പോലും ഏലസ് കെട്ടാത്തവർക്കും ഏലസ് കെട്ടാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവർക്കും കപട ആത്മീയ കേന്ദ്രങ്ങൾക്കെതിരിൽ സംസാരിക്കുന്നവർക്കും കപട ആത്മീയതയെ എതിർക്കാൻ വേണ്ടി പുസ്തകം എഴുതിയവർക്കും എല്ലാവർക്കും